കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും ഒന്ന് കള്ളം പറഞ്ഞ? മിസ്റ്റർ മംഗളഭാനു, ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ഏത്? ഇത് ഇല്ല. ഇതിന്റെ ഭാര്യയല്ലേ? ഇത് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇതിന്? ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കി ഈടാ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണത്? ജഡ്ജി സാറേ, എനിക്ക് ഒരു നിമിഷം പോലും ഇയാളോടെ താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. കേട്ടാ, വിവാഹ മോചനത്തിന് പറഞ്ഞതാണ് റിവേഴ്സ്. ഇതാണ് വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ കാലഘട്ടം, ന്യൂ ജനറേഷൻ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡ്രൈവാഷ്. സാറേ, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം ഞാൻ ഇവിടെ പറയാം. എന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്ന വസ്തുവില് ഒരു തേക്കും ഈട്ടി തൈകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈട്ടി പറ്റി കുറെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിമുറിച്ചിട്ട് ഇയാൾ പഞ്ഞിമരം കൊണ്ട് നട്ടു സാറേ. അത് ഞാൻ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടോണ്ടാണ് അങ്ങനെ ചെയ്തത്. ചത്തു കഴിഞ്ഞാൽ ഈ ഈട്ടിയും തേക്കും ഫർണിച്ചറും ചമന്ന് നമുക്ക് മേളിൽ പോകാൻ പറ്റൂല. പറ്റുമോ? പക്ഷേ പഞ്ഞിമരം വെച്ച് കഴിഞ്ഞാൽ ചാവുമ്പോ മൂക്കിൽ പഞ്ഞെങ്കിലും വെച്ചോണ്ട് പോവാം.